ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രോപൊലിത്തയുടെ മൃതദേഹം കൊച്ചിയിൽ എത്തിച്ചു. ഇന്ന് പുലർച്ചെ 3:30-ഓടെയാണ് മൃതദേഹം എത്തിച്ചത്. വിലാപയാത്രയായി മൃതദേഹം തിരുവല്ലയിലേക്ക് കൊണ്ടുപോകും. ഇന്ന് പൊതുദർശനം ഉണ്ടാകില്ല. കീർത്തി മോഹനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. കീർത്തി, അതായത് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രോപൊലിത്തയുടെ മൃതദേഹം കൊച്ചിയിൽ എത്തിച്ചിട്ടുണ്ട്. പുലർച്ചെ 3:30-ക്കാണ് എത്തിച്ചത്. വിലാപയാത്രയായി തിരുവല്ലയിലേക്ക് കൊണ്ടുപോകുന്നത് എപ്പോഴാണ്? ഇന്ന് പൊതുദർശനം ഇല്ലെന്നാണ് അറിയുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രോപൊലിത്തയുടെ മൃതദേഹം ഇന്ന് പുലർച്ചെ 3:30-ഓടെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചത്. ഇപ്പോൾ വിമാനത്താവളത്തോടടുത്ത് തന്നെയുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം അവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. അവിടെ വൈദികരുടെ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുകയാണ്. അതിനുശേഷമായിരിക്കും വിലാപയാത്രയായി തിരുവല്ലയിലേക്ക് കൊണ്ടുപോവുക. ഇപ്പോൾ പുറത്തു നിന്നുള്ള ആർക്കും തന്നെ അവിടെ പൊതുദർശനമോ മറ്റ് പുറത്തു നിന്നുള്ള ആർക്കും തന്നെ സന്ദർശിക്കാനോ ഉള്ള അനുമതിയില്ല. വൈദികരുടെ അവരുടെ സ്വകാര്യ പ്രാർത്ഥനാ ചടങ്ങുകൾ മാത്രമാണ് നടക്കുന്നത്. 11 മണിക്ക് പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ കൂടി ഉണ്ടാകും. അവിടെ മറ്റ് വൈദികർ കൂടി അവിടേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അതിനുശേഷം 12 മണിയോടുകൂടിയായിരിക്കും തിരുവല്ലയിലേക്ക് വിലാപയാത്രയായി കൊണ്ടുപോകുന്നത്. വൈകിട്ട് 4 മണിയോടുകൂടി നിരണം സെയിൻറ്റ് തോമസ് ബിലീവേഴ്സ് ചർച്ചിലായിരിക്കും എത്തിക്കുക. 4 മണിയോടുകൂടി അവിടേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. അവിടെ 2ാം ഘട്ട ശുശ്രൂഷ ചടങ്ങുകൾ നടക്കും. അവിടെ നിന്നും 5:45-ഓടെ തിരുവല്ല പൗരാവലിയുടെ അന്തിമോപചാരം അർപ്പിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് പൊതുദർശനമൊന്നും തന്നെ ഉണ്ടാകില്ല. ഇന്ന് പുറത്തു നിന്നുള്ള ആർക്കും തന്നെ അദ്ദേഹത്തെ അവസാനമായ ഒരു നോക്ക് കാണാൻ ഒന്നും തന്നെ സാധ്യമല്ല. അതിനുള്ള അനുമതിയൊന്നും ഇല്ല. പകരം നാളെയും മറ്റന്നാളുമായിട്ടായിരിക്കും പൊതുദർശനം ഉണ്ടാവുക. അതിനുവേണ്ട ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾ ചൊവ്വാഴ്ചയായിരിക്കും, അതായത് മറ്റന്നാൾ ഉച്ചയോട് കൂടിയിട്ടായിരിക്കും. മറ്റന്നാളും അവസാനഘട്ട സംസ്കാര ശുശ്രൂഷ ചടങ്ങുകൾ, പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെയുണ്ട്. അതിനുശേഷം മറ്റന്നാൾ ഉച്ചയോട് കൂടിയായിരിക്കും സംസ്കാര ചടങ്ങ് നടക്കുക. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രോപൊലിത്തയുടെ മൃതദേഹം കൊച്ചിയിലെത്തിച്ചു. പുലർച്ചെ 3:30-ഓടെയാണ് മൃതദേഹം എത്തിച്ചത്. വിലാപയാത്രയായി മൃതദേഹം തിരുവല്ലയിലേക്ക് കൊണ്ടുപോകും. ഇന്ന് പൊതുദർശനം ഉണ്ടാകില്ല. കീർത്തി മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.